ന്യായാധിപന്മാർ അധ്യായം 12. അനന്തരം എഫ്രയീമ്യർ ഒന്നിച്ചുകൂടി വടക്കോട്ട് ചെന്ന് നഫ്താഹിനോട്, നീ അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ കൂടെ പോരേണ്ടതിന് ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ഞങ്ങൾ നിന്നെ അകത്തിട്ടു വീടിനു തീവെച്ച് ചുട്ടുകളയും എന്ന് പറഞ്ഞു. നഫ്താഹ് അവരോട്, എനിക്കും എൻ്റെ ജനത്തിനും അമ്മോന്യരോട് വലിയ കലഹമുണ്ടായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവനെ ഉപേക്ഷിച്ചുകൊണ്ട് അമ്മോന്യരുടെ നേരെ ചെന്നു. കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇങ്ങനെയിരിക്കെ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇന്ന് എൻ്റെ നേരെ വരുന്നതെന്തെന്ന് പറഞ്ഞു. അനന്തരം നഫ്താഹ് ഗിലെയാദ്യരെ എല്ലാം വിളിച്ചുകൂട്ടി എഫ്രയീമ്യരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു. ഗിലെയാദ്യരായ നിങ്ങൾ എഫ്രയീമിൻ്റെയും മനശ്ശെയുടെയും മധ്യേ എഫ്രയീമ്യ പരായിതന്മാർ ആകുന്നു എന്ന് എഫ്രയീമ്യർ പറയുകയാൽ ഗിലെയാദ്യർ അവരെ സംഹരിച്ചു കളഞ്ഞു. ഗിലെയാദ്യർ എഫ്രയീം ഭാഗത്തുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു. എഫ്രയീമ്യ പരായിതന്മാരിൽ ഒരുവൻ, ഞാൻ അക്കരയ്ക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഗിലെയാദ്യർ അവനോട്, നീ എഫ്രയീമ്യനോ എന്ന് ചോദിക്കും. അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവർ അവനോട് ഷിബ്ബോലെത്ത് എന്ന് പറയുക എന്ന് പറയും. അപ്പോൾ അവൻ സിബ്ബോലെത്ത് എന്ന് പറയും. അപ്പോൾ അവർ അവനെ പിടിച്ച് യോർദാന്റെ കടവുകളിൽ വച്ച് കൊന്നു. അങ്ങനെ ആ കാലത്ത് എഫ്രയീമ്യരിൽ 40,000 പേർ വീണു. നഫ്താഹ് ഇസ്രായേലിന് 6 സംവത്സരം ന്യായാധിപനായിരുന്നു. പിന്നെ ഗിലെയാദ്യനായ നഫ്താഹ് മരിച്ചു. ഗിലെയാദ്യ പട്ടണങ്ങളിൽ ഒന്നിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ ശേഷം ബേത്ത്ലേഹേമ്യനായ ഇബ്സാൻ ഇസ്രായേലിന് ന്യായാധിപനായിരുന്നു. അവന് 30 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ 30 പുത്രിമാരെ വിവാഹം ചെയ്തയക്കുകയും തൻ്റെ പുത്രന്മാർക്ക് 30 കന്യകമാരെ കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇസ്രായേലിന് 7 സംവത്സരം ന്യായാധിപനായിരുന്നു. പിന്നെ ഇസ്ബാൻ മരിച്ചു. ബേത്ത്ലേഹേമിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ ശേഷം സെബൂലൂന്യനായ ഏലോൻ ഇസ്രായേലിന് ന്യായാധിപനായി 10 സംവത്സരം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. പിന്നെ സെബൂലൂന്യനായ ഏലോൻ മരിച്ചു. അവനെ സെബൂലൂൻ നാട്ടിൽ അയ്യാലോനിൽ അടക്കം ചെയ്തു. അവന്റെ ശേഷം ഹില്ലേലിന്റെ മകനായ അബീദോൻ എന്ന ഒരു അഫ്രാത്യൻ ഇസ്രായേലിന് ന്യായാധിപനായിരുന്നു. 70 കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 40 പുത്രന്മാരും 30 പൗത്രന്മാരും അവനുണ്ടായിരുന്നു. അവൻ ഇസ്രായേലിന് 8 സംവത്സരം ന്യായാധിപനായിരുന്നു. പിന്നെ പ്രാത്യനായ ഹില്ലേലിന്റെ മകനായ അബ്ദോൻ മരിച്ചു. അവനെ എഫ്രായിം ദേശത്ത് അമാലേക്യരുടെ മലനാട്ടിലെ പിരേതോനിൽ അടക്കം ചെയ്തു.
ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാറകുമോ.